ഹലോ എവ്രി വൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ 4ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വെലോസിറ്റി എന്താണെന്നായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെയായിരുന്നു നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകും അല്ലേ. യൂണിഫോമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എല്ലാവരും ഒരേപോലെ അല്ലേ, ഒരേ ഡ്രസ്സ് ധരിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ യൂണിഫോം അല്ലേ, ഒരേപോലെ അല്ലേ. നോൺ യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പലരും പല ഡ്രസ്സ് ധരിച്ച് പോവുകയാണെങ്കിൽ അത് നോൺ യൂണിഫോം ആണ് അല്ലേ. അതായത് എല്ലാവരും ഒരുപോലെയാണോ ഉണ്ടാവുക, അല്ല. അപ്പോൾ യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ അല്ലേ, നോൺ യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ അല്ല. അപ്പോൾ ഈ യൂണിഫോം വെലോസിറ്റി എന്താ, നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. Information related to the journey of 3 cars each traveling a distance of 200 meters is given. Observe their characteristics of motion and answer the questions. അതായത് ഇവിടെ ഒരു 3 കാറ് തന്നിട്ടുണ്ട് അല്ലേ, മഞ്ഞ, നീല, ചുവപ്പ്. ഈ 3 കാറും 200 മീറ്റർ ആണ് ദൂരം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്യാനാവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ഓൾവേസ് ദ സെയിം? വൈ? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ അല്ലെ, 3 കാറ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാറ് നോക്ക്, 0 സെക്കൻഡ് അല്ലെ, 0 മീറ്റർ. 0 സെക്കൻഡിൽ നിന്ന് തുടങ്ങി 10 മീറ്റർ എത്തിയപ്പോൾ എത്ര സെക്കൻഡ് കൊണ്ടാണ് എത്തിയത്? 10 മീറ്ററിലേക്ക് 1 സെക്കൻഡ് കൊണ്ടാണ് എത്തിയത് അല്ലെ. അടുത്തത് നോക്ക്, 10 നിന്ന് 20ലേക്കായി അല്ലെ, 10ൽ നിന്ന് 20ലേക്കായി എത്ര സെക്കൻഡ് കൊണ്ട് അതും എത്തിയത്? ഇവിടെ 1 സെക്കൻഡ് ആണുള്ളത്, ഇവിടെ 2 സെക്കൻഡ് ആണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താനും 1 സെക്കൻഡ് അല്ലേ. അങ്ങനെയല്ലേ ഇത് ഫുള്ള് പോകുന്നത് അല്ലേ. ഫുൾ എങ്ങനെയാണുള്ളത്, 0 തുടങ്ങി 10, 20, 30, 40, 50 അങ്ങനെ പോകുന്നു അല്ലേ. അതായത് 10, 10, 10 കൂടിപ്പോകുന്നു. ഇവിടെ ടൈമും എങ്ങനെയാ, 1, 1, 1, 1 അല്ലേ. ഓരോരു ഗ്യാപ്പ് എത്ര വരുന്നത്? 1 സെക്കൻഡ് അല്ലേ. 1 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ അല്ലേ. 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ, 3 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ, 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ അല്ലേ. അങ്ങനെയാണ് ഈ ആദ്യത്തെ കാറ് പോകുന്നത്. ഇനി രണ്ടാമത്തെ കാറ് നോക്ക്. രണ്ടാമത്തെ കാർ എങ്ങനെയാ പോകുന്നത്? ആദ്യം 0 മുതൽ 10 അല്ലേ, ആദ്യത്തെ 10 മീറ്റർ 1 സെക്കൻഡ് കൊണ്ട് ആണ് പോകുന്നത്. പിന്നത്തതോ 10 മുതൽ 20 അല്ലേ. ഇവിടെ എത്ര മീറ്റർ വന്ന്? പിന്നത്തെ 20 മീറ്റർ 1 സെക്കൻഡ് കൊണ്ട് അല്ലേ. പിന്നത്തെ 10 മീറ്റർ 1 സെക്കൻഡ് കൊണ്ട്, പിന്നത്തെ പിന്നെയും ഒരു 20 സെക്കൻഡ്, 20 മിനിറ്റ് 1 സെക്കൻഡ് കൊണ്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ നോക്ക്, ഇവിടെ നോക്ക്, ഓരോരോ അല്ലേ 10, 10, 10, 10 കൂടുന്നത് 1 സെക്കൻഡ് വെച്ചിട്ടാണ്. ഇവിടെയോ 10 കൂടിയത് 1 സെക്കൻഡ്, പിന്നെ 20 കൂടിയത് 1 സെക്കൻഡ്, 10 കൂടിയത് 1 സെക്കൻഡ് അല്ലേ. ഇവിടെ എല്ലാം ഒരുപോലെയാണ് അല്ലേ കൂടുന്നത്. ദൂരം കൂടുമ്പോൾ സമയവും കൂടുന്നുണ്ട് അല്ലേ. ദൂരം, അതെ, ദൂരം ഒരേപോലെ കൂടുന്നു, സമയവും ഒരേപോലെ കൂടുന്നു. ഇവിടെ ദൂരം ഒരുപോലെയാണോ കൂടുന്നത്? അല്ല. സമയവും എന്താ, ഒരുപോലെ അല്ല കൂടുന്നത് അല്ലേ. ദൂരം 10 മീറ്റർ എത്താൻ 1 സെക്കൻഡ്, പിന്നെ 10 നിന്ന് 30 മീറ്റർ അല്ലേ, ഇത്ര എത്താൻ പിന്നെയും എന്താണ് 1 സെക്കൻഡ്. അപ്പം ഇത് ഒരേപോലെയാണോ ഉള്ളത്? അല്ല, ഒരേപോലെ അല്ല. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഈ കാറ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്താൻ 1 സെക്കൻഡ് 10 മീറ്റർ അല്ലേ. ഇവിടുന്ന് ഇവിടത്തേക്ക് പിന്നെയും 10 മീറ്റർ 1 സെക്കൻഡ്, ഇവിടുന്ന് ഇവിടത്തേക്ക് പിന്നെയും 10 മീറ്റർ 1 സെക്കൻഡ് അല്ലേ. ഇതും എങ്ങനെ തന്നെയാണ് പോകുന്നത്? 10 മീറ്ററിന് ഓരോരോ സെക്കൻഡ് വെച്ചിട്ടാണ് കൂടുന്നത് അല്ലേ. എ പോകുന്നത് പോലെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ആകെയുള്ള വ്യത്യാസം എന്താ? എയും ബിയും സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത് അല്ലേ, സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. പക്ഷേ സി എങ്ങനെയാണ് പോകുന്നത്? ഒരു സർക്കുലാർ പാത്തിലൂടെയാണ് പോകുന്നത്, ഒരു സർക്കുലാർ പാത്തിലൂടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം.
ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ഓൾവേസ് ദ സെയിം? എന്താണ്? കാർ എയിൻ്റെ വെലോസിറ്റി എപ്പോഴും തുല്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടുത്തെ 0 ഇവിടത്തേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 10 അല്ലേ? 10/1 എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? 10/20 അല്ലേ? 10/20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 തന്നെ അല്ലേ? അതും എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതും 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതും എന്ത് തന്നെയായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ എത്രയായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതോ 10/30. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? 20 അല്ലേ? 20/1 അല്ലേ? അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എല്ലാം തുല്യമായിട്ടാണ് പോകുന്നത്. ഇവിടെയോ തുല്യമായിട്ടാണോ പോകുന്നത്? അല്ല. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, പിന്നത്തെ ഒരു സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Is the velocity of car A always same? Why? Yes, the velocity of car A is ഓൾവേസ് സെയിം അല്ലേ? ഓൾവേസ് സെയിം. അതെന്തുകൊണ്ടായിരിക്കും? ഇത് ഒരേപോലെ അല്ലേ? ഒരേ ദൂരത്തിന് ഒരേ സമയം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം അതെന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും അല്ലേ? എന്താണ്? യൂണിഫോം ആയിരിക്കും. യൂണിഫോം എന്താണ്? ഇവിടെ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ കിട്ടിയ? അപ്പം എന്താണ് ഇവിടെ? യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? യൂണിഫോം വെലോസിറ്റിയിലാണ് ഈ കാർ എ ട്രാവൽ ചെയ്യുന്നത് അല്ലേ? കാർ എ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? യൂണിഫോം വെലോസിറ്റിയിൽ ആണ്. യൂണിഫോം വെലോസിറ്റിയിലാണ്. വാട്ട് അബൌട്ട് ദ വെലോസിറ്റി ഓഫ് കാർ ബി? വൈ? കാർ ബിൻ്റെ വെലോസിറ്റീൻ്റെ എന്താ? ആദ്യം 10 മീറ്റർ ട്രാവൽ ചെയ്യുന്നത് 1 സെക്കൻഡ് കൊണ്ട് അല്ലേ? പിന്നത്തെ 20 മീറ്റർ ട്രാവൽ ചെയ്യുന്നത് പിന്നത്തെ വേറൊരു സെക്കൻഡ് കൊണ്ട്. അപ്പം ഇവിടെ ദൂരം സെയിം ആണോ? അല്ല. ദൂരവും സെയിം അല്ല. ഇവിടുത്തെ വെലോസിറ്റി എന്താ? വെലോസിറ്റിയും മാറുന്നുണ്ട് അല്ലേ? ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു വെലോസിറ്റി. പിന്നത്തെ ഒരു സെക്കൻഡിലോ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു വെലോസിറ്റി. അപ്പം വെലോസിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാറി മാറി കളിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ്? യൂണിഫോം അല്ല. എന്താണ്? നോൺ യൂണിഫോം ആണ് അല്ലേ? എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് കാറ് ബി സഞ്ചരിക്കുന്നത് അല്ലേ? കാറ് ബി എങ്ങനെയാണ്? നോൺ യൂണിഫോം വെലോസിറ്റിയിൽ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കാർ സി നോക്ക്. Haven't you noticed the mud sticking to the tires of vehicle being thrown off when they rotate? Does the mud splash in the same direction every time? അതായത് ഇപ്പോൾ ഒരു വണ്ടീൻ്റെ ടയർ, ഓക്കെ, ഇതൊരു ടയറാണെന്ന് വിചാരിക്കും. ഈ ടയറുമ്മൽ നിറയെ ചളി കുടുങ്ങിയെന്ന് വിചാരിക്കും. ചളി കുടുങ്ങി എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ടയർ ഇങ്ങനെയാണല്ലോ തിരിയുക അല്ലേ? ടയർ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ടയർ ഇങ്ങനെ തിരിയും. അപ്പോൾ ഈ ചളി എങ്ങനെയായിരിക്കും? ഇവിടെയാണ് നമ്മൾ എത്തിയതെങ്കിൽ ചളി ഇങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ചളി എങ്ങനെയാ? ഇങ്ങനെ. ഇവിടുത്തത് ഇങ്ങനെ. ഇവിടുത്തെ ഇങ്ങനെ. അപ്പോൾ ചളി തെറിക്കുന്ന ഡയറക്ഷൻ എല്ലപ്പോഴും സെയിം ആണോ? ചളി തെറിക്കുന്ന ഡയറക്ഷൻ എപ്പോഴും സെയിം ആണോ? അല്ല. ഓരോരോ പോയിന്റിൽ എത്തുമ്പോഴും എന്താണ്? ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? എന്ത് മാറുന്നുണ്ട്? ഡയറക്ഷൻ മാറുന്നുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു എന്താണ്? സർക്കുലാർ പാത്തിൽ അല്ലേ? സർക്കുലാർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്താവുന്നുണ്ടാവും? ഓൾവേസ് ചേഞ്ചിങ് ആയിരിക്കും അല്ലേ? ഇവിടെ ഉള്ള പോലെയുള്ള ഡയറക്ഷൻ ആയിരിക്കില്ല ഇവിടുത്തത്. ഇവിടുത്തെ പോലെ ആയിരിക്കില്ല ഇവിടുത്തത് അല്ലേ? അപ്പോൾ ഒരു സർക്കുലാർ പാത്തിലൂടെയാണ് ഒരു ഒബ്ജക്റ്റ് പോകുന്നതെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓൾവേസ് ചേഞ്ചിങ് ആയിരിക്കും അല്ലേ? ഓൾവേസ് ചേഞ്ചിങ് ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ ഓൾവേസ് ചേഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ഈ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ? വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? വെലോസിറ്റി എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷൻ ഉണ്ട്, വെലോസിറ്റിക്കും ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു കാറ് ഒരേ സമയത്ത് ഒരേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ എന്താ? അത് സർക്കുലാർ പാത്തിലാണെങ്കിൽ എന്താ? ആ സർക്കുലാർ പാത്തിലൂടെ പോകുന്ന വസ്തുവിൻ്റെ ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്താ?
ഒരേ ഡയറക്ഷൻ ആണോ എല്ലപ്പോൾ ഉള്ളത്? അല്ല. അപ്പം അതെന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും അല്ലേ? എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. ഇവിടെ നോക്ക്, ഒരു കാറ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ, സമയവും ദൂരവും ഒക്കെ സെയിമാ അല്ലേ? ഓരോ സെക്കൻഡ് കൂടുന്തോറും 10 കൂടിക്കൂടിയാണ് വരുന്നത്. പക്ഷെങ്കിൽ ഡയറക്ഷൻ അല്ലേ, ഡയറക്ഷൻ ഓരോ പോയിന്റിലത്തെയും ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഡയറക്ഷൻ മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ വെലോസിറ്റിക്കും മാറ്റം ഉണ്ടാവും അല്ലേ? എന്താണ്? നമ്മളുടെ വെലോസിറ്റിക്കും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് എന്താണ്? ഒരു നോൺ യൂണിഫോം വെലോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ കാർ എ എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? യൂണിഫോം വെലോസിറ്റി ആണ്. അതെന്താ യൂണിഫോം വെലോസിറ്റി ആയത്? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ സെയിം എന്താണുള്ളത്? സെയിം വെലോസിറ്റി അല്ലേ? സെയിം വെലോസിറ്റി ആണ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലേ? ഒരു സെക്കൻഡ് എല്ലാവിടെയും ഒരു സെക്കൻഡ് ആണ് കൂടി പോകുന്നത്. അതുപോലെ തന്നെ കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? 10 അല്ലേ? അപ്പോൾ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ. അപ്പോൾ അതെന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 മീറ്റർ, പിന്നത്തെ ഒരു സെക്കൻഡിൽ 20 മീറ്റർ കൂടി, പിന്നത്തെ ഒരു സെക്കൻഡിൽ പിന്നെയും 10 മീറ്റർ കൂടി. അപ്പം ഇതെന്താ? ഒരേപോലെയാണോ ഉള്ളത്? അല്ല. അപ്പം അതെന്താണ്? നോൺ യൂണിഫോം ആണ് അല്ലേ? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ഈ കാറിൻ്റെതോ? ഈ കാറിൻ്റെ ഒരേ ദൂരം ഒരേ സമയത്താണ് പോകുന്നത് അല്ലേ? ഒരേ ദൂരം ഒരേ സമയത്താണ് പോകുന്നത്. പക്ഷെങ്കിൽ എന്താ? ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? കാരണം എന്താ? ഈ ഒരു കാറ് സർക്കുലാർ പാത്തിലൂടെയാണ് പോകുന്നത്. സർക്കുലാർ പാത്തിലൂടെ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? മാറിക്കൊണ്ട് നിൽക്കും അല്ലേ? ഓൾവേസ് ചേഞ്ചിങ് ആയിരിക്കും. അപ്പം എന്താണ്? വെലോസിറ്റിക്കും ഒരു മാറ്റം ഉണ്ടാവും. അപ്പം അതും എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി എന്താ? നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം എവറി സെക്കൻഡ്? ഡസ് ദ വെലോസിറ്റി ചേഞ്ച് ഈവൻ ദോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്പീഡ് ഡസ് നോട്ട് ചേഞ്ച്? ദ വെലോസിറ്റി ചേഞ്ചസ് ബിക്കോസ് ദ ഡയറക്ഷൻ ചേഞ്ചസ് അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ? ഒരേ ദൂരവുമാണ്, ഒരേ എന്തുമാണ്? സമയമാണ് എടുക്കുന്നത്. വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആകുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്, അതായത് 10 എന്നുള്ള ഈ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം ആണ് അല്ലേ? ഈ റൗണ്ടിലൂടെ പോകുമ്പോൾ. പക്ഷെങ്കിൽ എന്താ? വെലോസിറ്റി മാറുന്നുണ്ട്. കാരണം എന്താ? ഡയറക്ഷൻ ഇടക്കിടക്ക് മാറുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. An object moving in the same direction is in uniform velocity if the magnitude of the displacement is equal at equal intervals of time അല്ലേ? ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ഉള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഓരോരോ സമയത്തുള്ള അല്ലേ? ഇപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്ത് 1, 2, 3 അല്ലേ? ഇതൊക്കെ സെക്കൻഡാണ് അല്ലേ? 0 ഒരു സെക്കൻഡിലേക്ക് 10 മീറ്റർ, ഇവിടുന്നും 10 മീറ്റർ, ഇവിടുന്നും എന്താണ്? 10 മീറ്റർ അല്ലേ? ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? അതെന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ അതും സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം അല്ലേ? എന്താണ്? ഒബ്ജക്റ്റ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇതിപ്പോൾ വട്ടത്തിലാണെങ്കിലോ ഒരേ ഡയറക്ഷനിലാണോ എപ്പോഴും പോകുന്നത്? അല്ല, വേറെ വേറെ ഡയറക്ഷനിലാണുള്ളത് അല്ലേ? ഇതിപ്പോൾ 0, 2, 3, 8, 10, 20, 40 ഇങ്ങനെയാണെങ്കിലോ ഇതൊരു യൂണിഫോം വെലോസിറ്റി ആണോ? അല്ല. കാരണം എന്താ? ഒരേ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല അല്ലേ ഇവിടെ ഉള്ളത്? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റും അല്ല, ഈക്വൽ ടൈം ഇൻ്റർവെലും അല്ല. അപ്പം അതെന്താണ്? അതൊരു നോൺ യൂണിഫോം ആണ്. ഒരു സർക്കിളിലൂടെ 0, 1, 2, 3, 4 ഓരോരോ സെക്കൻഡിൽ വെച്ച് 10 മീറ്റർ പോവുകയാണെന്ന് വിചാരിക്കും. 10 മീറ്റർ പോവുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് യൂണിഫോം വെലോസിറ്റി ആവുമോ? ഇല്ല. കാരണം എന്താ? സർക്കുലർ പാത്തിലൂടെ പോകുന്നതിൻ്റെ ഡയറക്ഷൻ എന്താ? ഓൾവേസ് ചേഞ്ചിങ് ആണ് അല്ലേ? ഓൾവേസ് ചേഞ്ചിങ് ആയതുകൊണ്ട് വെലോസിറ്റി ഒരിക്കലും സെയിം ആവില്ല. അപ്പം ഇതെന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി ആവണമെങ്കിൽ എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആയിരിക്കണം ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. പിന്നെ എന്തായിരിക്കണം? ഒബ്ജക്റ്റ് മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ അല്ലേ? ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ
പോയിക്കൊണ്ട് നിൽക്കണം, എന്നാൽ മാത്രമേ അത് യൂണിഫോം വെലോസിറ്റി ആവുള്ളൂ. ഓക്കെ. ഇഫ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് വെലോസിറ്റി വിൽ ഓൾസോ ചേഞ്ച് അല്ലേ. എന്താണ്, സ്പീഡും ഡയറക്ഷനും മാറിക്കഴിഞ്ഞാൽ എന്തും മാറും, വെലോസിറ്റിയും മാറും. ഈവൺ ഇഫ് എനി വൺ ഓഫ് ദിസ് ചേഞ്ച് ദ വെലോസിറ്റി വിൽ വാരി അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്ഷൻ ആയിരിക്കും മാറുക, ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറും അല്ലേ. ചിലപ്പോൾ സ്പീഡായിരിക്കും മാറുക, അപ്പോൾ വെലോസിറ്റി മാറും. ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ദെൻ ഇറ്റ് വിൽ ബി നോൺ യൂണിഫോം വെലോസിറ്റി അല്ലേ. വെലോസിറ്റി മാറുവാണെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ല എങ്കിൽ അതെന്തായിരിക്കും, നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. കാർ എൻ്റെ എന്താണ്, യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ. നെയ്തർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ചേഞ്ചസ് അല്ലേ. മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ മാറുന്നുണ്ടായിരുന്നോ നമ്മളുടെ കാർ എൻ്റെ, ഇല്ല. അതുകൊണ്ട് അതെന്താണ്, യൂണിഫോം വെലോസിറ്റി ആണ്. കാർ ബീൻ്റെ എന്താ, നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ. നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അതെന്തായിരുന്നു കാരണം, സമയം സെയിം ആയിരുന്നു അല്ലേ. എന്താണ്, ദ മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു അല്ലേ, വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു മാറിയിട്ടുള്ളത്, പക്ഷെങ്കിൽ ഡയറക്ഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈക്വൽ അല്ല അല്ലോ. അതിനർത്ഥം അത് നോൺ യൂണിഫോം ആണ് അല്ലേ. അതായത് എന്താ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി ചേഞ്ചസ് അല്ലേ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി ചേഞ്ചസ് ബട്ട് ദ ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച് അല്ലേ. ഡയറക്ഷൻ മാറിയിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടുണ്ട് അല്ലേ. മാഗ്നിറ്റ്യൂഡ് മാറിയത് കൊണ്ട് എന്താണ്, വെലോസിറ്റി മാറ്റം വരും. അപ്പം എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ഇനി കാർ സിയും എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ. ഈ കാർ സി ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോയെങ്കിൽ നമുക്ക് യൂണിഫോം ആയിരിക്കുമായിരുന്നു. പക്ഷേ കാർ സി ഒരു സർക്കുലാർ പാത്തിലൂടെ പോയത് കൊണ്ട് അതിൻ്റെ എന്ത് മാറിയിട്ടുണ്ട്, ഡയറക്ഷൻ മാറിയിട്ടുണ്ട് അല്ലേ. വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ മാറിയിട്ടില്ല, പക്ഷെങ്കിൽ ഡയറക്ഷൻ മാറിപ്പോയി. അതുകൊണ്ട് അത് എന്ത് വന്ന്, നോൺ യൂണിഫോം വെലോസിറ്റി ആയിപ്പോയി. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. You have understood what uniform velocity and non-uniform velocity are. Classify the situation given below as uniform velocity and non-uniform velocity. Record it in the science diary. ഇവിടെ കുറച്ച് യൂണിഫോം വെലോസിറ്റിൻ്റെയും നോൺ യൂണിഫോം വെലോസിറ്റിൻ്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യാനാ, ഓരോ ടേബിളായി ക്ലാസിഫൈ ചെയ്യാനാ. മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് അല്ലേ. എന്താണ് മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, അതെന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ. എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം, ഇത് നോൺ യൂണിഫോം ആണ്. ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഒരു മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അല്ലേ, ലൈറ്റ് ഒരു മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനിലാണ് പോവാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിപ്പോൾ വാക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം അല്ല, പക്ഷെങ്കിൽ എന്താ, ഇതിലൂടെ ഒറ്റൊരു വാക്വത്തിലൂടെ മാത്രമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് എത്രയാണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. അതുകൊണ്ട് എന്താണ്, സ്പീഡ് മാറുന്നുണ്ടോ, ഇല്ല. വെലോസിറ്റിയോ ഒന്നും മാറുന്നില്ല, മീഡിയവും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഇതെന്തായിരിക്കും, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഇപ്പോൾ ലൈറ്റ് ഗ്ലാസ്സിലൂടെ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞ് എക്സാമിന് വന്നതെന്ന് വിചാരിക്കും. ലൈറ്റ് ട്രാവൽസ് ത്രൂ ഗ്ലാസ്, അതും എന്തായിരിക്കും, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. പക്ഷെങ്കിൽ ഗ്ലാസ്സിലൂടെ ട്രാവൽ ചെയ്ത് വാട്ടറിലൂടെ ലൈറ്റ് വന്നെന്ന് വിചാരിക്കുക, അപ്പം എന്ത് സംഭവിക്കുക, അത് യൂണിഫോം ആയിരിക്കുമോ, ഇല്ല. കാരണം എന്താ, ഗ്ലാസ്സിലുള്ള സ്പീഡ് ആയിരിക്കില്ല വാട്ടറിലുള്ള സ്പീഡ് അല്ലേ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിങ് ഫോർവേഡ്, അതെന്തായിരിക്കും, നോൺ യൂണിഫോം ആയിരിക്കും. ഒരേപോലെയാണോ അത് പോകുന്നുണ്ടാവുക, അല്ല അല്ലേ. എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ, യൂണിഫോം സ്പീഡിലുമാണ്, ഒരേ ഡയറക്ഷനിലാണ്. അപ്പം അതെന്തായിരിക്കും, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. സ്വിങ്ങിങ് ഓൺ എ സ്വിങ്, എന്താണ്, ഊഞ്ഞാലാടുന്നത്. ഊഞ്ഞാലാടുക എപ്പോഴും ഒരേ വേഗത്തിലും ഒരേ ദിശയിലൊക്കെ ആയിരിക്കുമോ നമ്മൾ ഊഞ്ഞാലാട, അല്ല. അപ്പം അത് എന്തായിരിക്കും, നോൺ യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഇതിൽ യൂണിഫോം ആയിട്ട് വന്നത് ഏതൊക്കെയാണ്, വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം, എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡിൻ്റെ സെയിം ഡയറക്ഷനും അല്ലേ. ബാക്കിയൊക്കെ എന്താണ്, നോൺ യൂണിഫോം ആണ്. അപ്പോൾ ഇത്രയാണ് യൂണിഫോം വെലോസിറ്റീനെ പറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി
ഡെൻസിറ്റീനെ പറ്റിയും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ എടുത്തത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അതേപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ എനിക്ക് എന്ത് മാറ്റമാണോ വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്